കൊമേഴ്സ് ഫീൽഡിൽ ഒരു ടോപ്പ് കരിയർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കോഴ്സസ് ആണ് CMA USA. ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന 2 പാർട്സ് എക്സാം മാത്രമുള്ള എന്നാൽ 150+ കൺട്രീസിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന തുടക്കത്തിൽ തന്നെ നല്ല സാലറി കിട്ടുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ആരായാലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കും. പക്ഷേ ഈ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരുപാട് സംശയങ്ങളും ടെൻഷനും ഉണ്ടാവും അല്ലേ? CMA USA ഭയങ്കര എക്സ്പെൻസീവ് ആണോ എന്നുള്ളതായിരിക്കും അതിലെ ഒരു സംശയം. എത്ര രൂപ നമ്മൾ ഇതിനു വേണ്ടി അടയ്ക്കേണ്ടി വരും? സാധാരണക്കാരായ കുട്ടികൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളതൊക്കെ പാരന്റ്സും സ്റ്റുഡൻസിനും എപ്പോഴുമുള്ള ചില ഡൗട്ട്സുകളാണ്, ചില ആശങ്കകളാണ്. ഈ വീഡിയോയിലൂടെ CMA USAയുടെ ഫ്രീ സ്ട്രക്ചറിനെ കുറിച്ച് എല്ലാ സംശയങ്ങളും നമ്മൾ മാറ്റാൻ പോവുകയാണ്. ഫുൾ ക്ലാരിറ്റി കിട്ടാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തിയർ ആയാലും നിങ്ങൾ കേട്ടിരിക്കുക. കാരണം ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അതുകൊണ്ടാണ് ഇത് കുറച്ച് ലോങ് ആവുന്നത്. CMA USAയുടെ ഫീ സ്ട്രക്ചറിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, IMA എന്ന് പറയുന്ന ബോർഡിലാണ് നമ്മൾ ഈ പണം അടക്കുന്നത്. IMA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇത് അമേരിക്ക അല്ലെങ്കിൽ USA ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ബോഡിയാണ്. IMAയിലേക്ക് നിങ്ങൾ അടക്കുന്ന ഈ ഫീസിന് പുറമെ CMA USA നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി കോച്ചിങ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അവിടെ അടക്കേണ്ട ഫീസ് ഉണ്ടാവും. അത് എക്സ്ട്രാ ആണ്. അതിനെക്കുറിച്ചല്ല നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമിയിൽ CMA USA വിത്തൗട്ട് കോച്ചിങ് ഫീസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. CCAT സ്കോളർഷിപ്പിലൂടെയാണ് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത്. ഈ സ്കോളർഷിപ്പ് എഴുതി നിങ്ങൾ ടോപ്പർ ആയി കഴിഞ്ഞാൽ 100% സ്കോളർഷിപ്പാണ് കിട്ടുന്നത്. അതായത് കോച്ചിങ് ഫീസ് ഇല്ലാതെ CMA USA നിങ്ങൾക്ക് പഠിക്കാം. ഇനി ഇൻ കേസ് നിങ്ങൾ ടോപ്പർ ആയില്ലെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഗ്യാരണ്ടീഡ് സ്കോളർഷിപ്പും ഉണ്ട്. ഈ സ്കോളർഷിപ്പിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അറ്റൻഡ് ചെയ്യാം. ആൻഡ് ഒരു കാര്യം കൂടെ, CMA USA, CA, CMA, ACCA, CS തുടങ്ങിയ കോഴ്സുകളെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്നെ പോലെ ഒരു കരിയർ കൗൺസിലറോട് ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്കൊരു 1-to-1 ഫ്രീ കരിയർ കൗൺസിലിംഗ് അവൈലബിൾ ആണ്. ഇതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ബുക്ക് ചെയ്യാവുന്ന ലിങ്കും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, എല്ലാ സംശയവും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫീനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് CMA USA ഉള്ള 2 കാറ്റഗറി ഓഫ് മെമ്പർഷിപ്പിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. അല്ല, ഒന്നാമത് സ്റ്റുഡന്റ് കാറ്റഗറിയാണ്, രണ്ടാമത്തേത് പ്രൊഫഷണൽ കാറ്റഗറിയാണ്. ഈ 2 വിഭാഗത്തിന്റെയും ഫീസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് സ്റ്റുഡന്റ് കാറ്റഗറി ഫീസ് നോക്കാം. ഈ ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പല കുട്ടികളും ഈ ഒരു കാര്യത്തിൽ അറിവില്ലായ്മ മൂലം എക്സ്ട്രാ പൈസ അല്ലെങ്കിൽ അധിക ഫീസ് നൽകി ഇത് പഠിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ CMA USA പഠിക്കുന്ന കുട്ടികൾക്കുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, യൂട്യൂബിന്റെ പ്രീമിയം മെമ്പർഷിപ്പ് അല്ലെങ്കിൽ സ്പോട്ടിഫൈയുടെ പ്രീമിയം മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഐഫോൺ എടുക്കുമ്പോൾ അതിന്റെ എക്സ്റ്റൻഡഡ് വാറന്റി, ഇതൊക്കെ സ്റ്റുഡന്റ് ആയിരിക്കുന്ന ആൾക്കാർ ID കാർഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ ഫീസിൽ അവർ കൊടുക്കാറുണ്ട്. ഇതുപോലെ തന്നെ CMA USA നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റുഡന്റ് കാറ്റഗറിയിൽ കുറഞ്ഞ ഫീസിന് പഠിക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, +2 കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ പോകുന്നത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ CMA USAക്ക് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി 3rd ഇയർ കഴിഞ്ഞ് കുറേ അധികം കാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ CMA USA രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് അവിടെ കിട്ടില്ല. നിങ്ങൾ പ്രൊഫഷണൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരിക. അവിടെ ഹ്യൂജ് ഫീസ് ഡിഫറൻസ് വരുന്നുണ്ട്. അത് എത്രയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. CMA USA കോഴ്സിൽ സ്റ്റുഡന്റ് കാറ്റഗറി എന്നുള്ളത് നിലവിൽ ഒരു അംഗീകൃത കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടോ ഓൺലൈൻ വഴിയോ UG or PG പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള വിഭാഗമാണ്. ഒപ്പം തന്നെ +2 പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഉൾപ്പെടും. CMA USAയിലെ 2 ടൈപ്പ് ഓഫ് ഫീസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് മെമ്പർഷിപ്പ് ആൻഡ് എൻട്രൻസ് ഫീ, രണ്ടാമത്തേത് എക്സാം ഫീ. ഇതിൽ നമുക്ക് ആദ്യം മെമ്പർഷിപ്പ് ആൻഡ് എൻട്രൻസ് ഫീനെ കുറിച്ച് നോക്കാം. ഇത് കോഴ്സിന്റെ ഭാഗമാകാൻ നിങ്ങൾ ആദ്യം നൽകേണ്ട എമൗണ്ട് ആണ്. ഇതിൽ 2 കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. CMA പ്രൊഫഷണൽസിന്റെ സംഘടനയായ ഞാൻ നേരത്തെ പറഞ്ഞ IMAയിൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസിൽ അംഗമാകുന്നതിനാണ് ഈ ഫീസ് നമ്മൾ നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ CMA USA എന്ന കോഴ്സ് റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസിൽ നിങ്ങളൊരു മെമ്പർ ആകുന്നതിനുള്ള ഫീസാണ് മെമ്പർഷിപ്പ് ഫീ. പിന്നെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് CMA USA പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതിനായി 1 ടൈം അടക്കേണ്ട ഫീസാണ് ഇത്. മെമ്പർഷിപ്പ് ഫീസ് 1 ടൈം ആയിരിക്കില്ല. നിങ്ങൾ ഓരോ വർഷവും അത് പുതുക്കേണ്ടതുണ്ട്. സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് ഒരു തവണ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് പിന്നെ അടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 3 വർഷത്തേക്കും കൂടെയാണ് അത് കിട്ടുന്നത്. പ്രൊഫഷണൽ ആയി കഴിയുമ്പോൾ അങ്ങനെ ഒരു എക്സ്ക്യൂസ് നിങ്ങൾക്കില്ല. എല്ലാ വർഷവും നിങ്ങൾ അത് പുതുക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ വ്യത്യാസം. അപ്പോൾ സ്റ്റുഡന്റ് കാറ്റഗറിയിൽ 3 വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ആൻഡ് എൻട്രൻസ് ഫീ ആയി $438, ഏകദേശം 39,500 രൂപയാണ് വരിക. ഇവിടെ ഞാൻ US ഡോളറിൽ പറയുന്ന എമൗണ്ട് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇന്നത്തെ ഡേറ്റ് അനുസരിച്ചുള്ള കൺവേർഷൻ റേറ്റ് ആണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. വലിയ മാറ്റം ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പക്ഷേ ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമി വഴിയാണ് നിങ്ങൾ ഈ കോഴ്സ്
കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വലിയ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ട്രിപ്പിൾ സ്റ്റുഡൻസിന് ഈ ഫീസ് വെറും $241, ഏകദേശം 22,000 രൂപ മാത്രമേ ആകുന്നുള്ളൂ. ഇനി എക്സാം ഫീസിലേക്ക് വരുമ്പോൾ CMA USA ആകെ 2 എക്സാംസ് ആണുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. അപ്പോൾ സ്റ്റുഡന്റ് കാറ്റഗറിയിൽ സാധാരണ രീതിയിൽ ഒരു പാർട്ടിന് $480, ഏകദേശം 43,000 രൂപയാണ് ഫീ വരിക. അതേപോലെ പാർട്ട് 2വിനും ഇതേ ഫീസ് തന്നെയാണ് അടയ്ക്കേണ്ടി വരുന്നത്. പക്ഷേ അഗെയിൻ ട്രിപ്പിൾ സ്റ്റുഡൻസിന് ഈ ഫീസ് $312, ഏകദേശം 28,500 രൂപ ആയി കുറയും. 2 പാർട്ടിനും കൂടെ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പരീക്ഷാ ഫീസുകൾ സ്ഥിരമല്ല എന്നും IMAയുടെ തീരുമാനപ്രകാരം മാറ്റങ്ങൾ വരാമെന്നും പ്രത്യേകം ഞാൻ പറയാണ്. നിലവിൽ മുകളിൽ സൂചിപ്പിച്ച നിരക്കുകൾ 2025 സെപ്റ്റംബർ 1 മുതൽ വന്ന പുതിയ റേറ്റ് ആണ്. ഇനി നമുക്ക് പ്രൊഫഷണൽ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഈ ഫീസ് എത്രയാണെന്ന് കൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വീഡിയോ കാണുന്നത് +2 അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ഫീസിൽ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പ്രൊഫഷണൽ കാറ്റഗറി, അതായത് ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ച് കുറേ കാലം കഴിഞ്ഞിട്ട് ഇനി CMA USA എടുക്കാൻ ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെങ്കിൽ ഇനി നിങ്ങൾ റിഗ്രറ്റ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഏറ്റവും നല്ലൊരു കരിയറിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കുറച്ചധികം എമൗണ്ട് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ക്വാളിഫിക്കേഷൻ വർത്താണ്. അപ്പോൾ നിങ്ങൾക്കുള്ളതാണ് ഈ ഫീസ് പറയുന്നത്. ബാക്കിയുള്ളവരൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയവരോ അല്ലെങ്കിൽ നിലവിൽ ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കോ ആണ് പ്രൊഫഷണൽ കാറ്റഗറിയിൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നത്. ഇതിലും നമ്മൾ നേരത്തെ സ്റ്റുഡന്റ് കാറ്റഗറിയിൽ പറഞ്ഞ പോലെ തന്നെ 2 ടൈപ്പ് ഓഫ് ഫീസ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് വിത്ത് മെമ്പർഷിപ്പ് ആൻഡ് എൻട്രൻസ് ഫീസ്. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടി പറയുകയാണ്. പ്രൊഫഷണൽ കാറ്റഗറിക്ക് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 1 വർഷത്തേക്കാണ് കിട്ടുക. ഓരോ വർഷവും നിങ്ങൾ അത് പുതുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ വേറെ ഫീസ് തന്നെ വരും. പക്ഷേ എൻട്രൻസ് ഫീസ് ഇവിടെയും ഒറ്റത്തവണ മാത്രമാണ് അടക്കേണ്ടത്. അപ്പോൾ ഇതിനായി മെമ്പർഷിപ്പ് ആൻഡ് എൻട്രൻസ് ഫീ ആയിട്ട് 1 വർഷത്തേക്കുള്ള ഫീസ് എന്ന് പറയുന്നത് $702, ഏകദേശം 62,500 രൂപയാണ്. എന്നാൽ ട്രിപ്പിൾ വഴി വരുമ്പോൾ പ്രൊഫഷണൽ കാറ്റഗറിക്കും ഈ ഫീസ് കുറവാണ്. $386, ഏകദേശം 35,000 രൂപയായിട്ട് കുറയും. ഏതാണ്ട് പകുതിയോളം കുറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കുക. എക്സാം ഫീസിലേക്ക് വരുമ്പോൾ പ്രൊഫഷണൽ കാറ്റഗറിയിലുള്ളവർക്ക് ഓരോ പേപ്പറിനും $643, ഏകദേശം 57,500 രൂപയാണ് ഇതിൽ വരുന്നത്. ഇത് ഓരോ പാർട്ടിനുമാണ് കേട്ടോ വരുന്നത്. എന്നാൽ ഇവിടെയും ട്രിപ്പിളിലാണ് നിങ്ങൾ CMA USA സ്റ്റുഡന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നതെങ്കിൽ, അതായത് പ്രൊഫഷണൽ കാറ്റഗറിയിൽ നിങ്ങൾ CMA USA സ്റ്റുഡന്റ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഏകദേശം $514 ആണ് ഇതിന് വരുന്നത്. ഏകദേശം 46,000 രൂപ മാത്രമാണ് ആകുന്നുള്ളൂ. സോ ഇൻ ഷോർട്ട്, ട്രിപ്പിൾ കൊമേഴ്സ് അക്കാഡമിയിലൂടെ CMA USA പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പഠന ചെലവിൽ വലിയൊരു ഭാഗം ലാഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഉദാഹരണത്തിന് ഒരു സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്ക് ഏകദേശം 1.25 lakh രൂപയുടെ ചെലവ് വരുന്ന സ്ഥാനത്ത് ട്രിപ്പിളിലൂടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലൂടെ അത് വെറും 79,000 rupees ആയിട്ട് കുറയും. പ്രൊഫഷണൽ കാറ്റഗറിയിലുള്ളവർക്ക് 50,000 രൂപയോളം ഇത്തരത്തിൽ ലാഭിക്കാവുന്നതാണ് ട്രിപ്പിളിയുടെ സ്റ്റുഡന്റ് ആവുന്നതിലൂടെ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, CCAT സ്കോളർഷിപ്പിൽ ടോപ്പർ ആയി കഴിഞ്ഞാൽ കോച്ചിങ് ഫീസ് നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. സോ അഫോർഡബിൾ ആയിട്ട് CMA USA പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ഫീസുകളും അറ്റ് എ ഗ്ലാൻസ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും വേണമെങ്കിൽ ഫ്യൂച്ചർ റെഫറൻസ് സ്ക്രീൻഷോട്ട് എടുക്കാനും ഇത് സഹായിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റുഡന്റ് കാറ്റഗറിക്ക് എത്രയാണ് ഫീസ് വരുന്നത്, പ്രൊഫഷണൽ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ എത്രമാത്രം അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ട്രിപ്പിളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ക്ലിയർ ആണ്. ഇനി നിങ്ങൾ CMA USAന്റെ കൂടെ തന്നെ ACCA കമ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ CA, CMA, CS ഇതിനൊക്കെ ഒന്ന് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. സോ CMA USA ഫീസിനെ കുറിച്ചുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും CMA USA പഠിക്കണമെന്ന് അത്രയും ആഗ്രഹിക്കുന്ന ലക്ഷ്യബോധമുള്ള ഒരാളാണ് നിങ്ങൾ. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ട്രിപ്പിളിൽ ബെസ്റ്റ് ടീച്ചേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് CMA USA കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ട്രിപ്പിളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഉണ്ട്. ഒപ്പം തന്നെ 80+ മെമ്പേഴ്സ് അടങ്ങുന്ന ഡെഡിക്കേറ്റഡ് അക്കാഡമിക് ടീം ഉണ്ട്. അവർ നിങ്ങൾക്ക് കൃത്യമായ ഇന്റർവെൽസിൽ മോക്ക് എക്സാമുകളും റിവിഷൻസും എല്ലാം കണ്ടക്ട് ചെയ്യും, മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ട്രിപ്പിളിയുടെ കൊച്ചി, കാലിക്കറ്റ്, ട്രിവാൻഡ്രം അതുപോലെ തന്നെ ഓൺലൈൻ ബാച്ചുകളിൽ നിന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ഈ കോഴ്സുകൾ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. ഈ റിസൾട്ടിന്റെ ഭാഗമാകാൻ നിങ്ങളെയും ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്.